സൗഹൃദം ഒരു വലിയ വാക്കാണല്ലേ സൗഹൃദം എന്ന് പറയുന്നത്. സുഹൃത്തുക്കൾ നമുക്ക് എപ്പോഴും ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. നമ്മളുടെ സന്തോഷത്തിലും സങ്കടത്തിലും എല്ലാത്തിനും നമ്മളോടൊപ്പം കൂടെ നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ്. കുറേ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ തിരിച്ച് നമ്മുടെ ലൈഫിലേക്ക് ഒന്ന് ആലോചിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച പൊട്ടിച്ചിരിച്ച ഏറ്റവും കൂടുതൽ എന്താ പറയുക സമയം ചിലവഴിച്ച ആളുകൾ നമ്മളുടെ ഈ സുഹൃത്തുക്കൾ തന്നെയല്ലേ. അവരോടൊപ്പം അല്ലേ. അവരോടൊപ്പമുള്ള ഓരോ നിമിഷവും നമ്മൾ എന്തുമാത്രം സന്തോഷിച്ചിട്ടുണ്ടാവും. നമ്മളുടെ ദുഃഖത്തിലും സന്തോഷത്തിലും എല്ലാത്തിനും നമ്മളോടൊപ്പം അവർ കൂടെ ഉണ്ടാവും. പക്ഷെ നിങ്ങൾ എപ്പോഴെങ്കിലും ഓർത്തിട്ടുണ്ടോ നിങ്ങളുടെ ഏറ്റവും ആദ്യത്തെ സുഹൃത്ത് ആരായിരുന്നു? ഫസ്റ്റ്, അതായത് നിങ്ങൾക്കൊരു ഓർമ്മ വെച്ച കാലത്ത് ആദ്യമായിട്ട് നിങ്ങളുടെ ലൈഫിൽ വന്ന ആ സുഹൃത്ത് ആരായിരുന്നു? ഇപ്പോൾ അവർ എവിടെ ഉണ്ടാവും, എന്ത് ചെയ്യായിരിക്കും, അറിയാമോ? എനിക്കറിയാം കേട്ടോ. എനിക്ക് എൻ്റെ ആദ്യത്തെ സുഹൃത്തിനെ തന്നെ എനിക്ക് ഇപ്പോഴും കോണ്ടാക്റ്റ് ഉണ്ട്. ഇപ്പോഴും എന്താ പറയുക, എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. അപ്പം ഇന്ന് നമ്മൾ ഇതുവരെ ചെയ്ത പോലെ തന്നെ നെയിം മീറ്റിംഗ് ചാലഞ്ച് തന്നെയാണ്. വേറെ ആരുടെയല്ല, എൻ്റെ സുഹൃത്തിൻ്റെയാണ് കേട്ടോ. അപ്പോൾ ഈ സുഹൃത്തിൻ്റെ പേരെന്താണെന്നുള്ളത് നമുക്ക് വഴിയേ അറിയാം. അപ്പോൾ സമയം അധികം കളയാതെ നമുക്ക് നെയിം മീറ്റിംഗ് ചാലഞ്ചിലേക്ക് കിടക്കാം. ഓക്കെ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബാല്യകാല സുഹൃത്തുക്കൾ എന്നും നല്ലൊരു ഓർമ്മ തന്നെയല്ലേ അവർ. നമ്മുടെ ആ കുട്ടിക്കുറുമ്പിനും സന്തോഷത്തിനും എല്ലാം നമ്മളോടൊപ്പം കൂടെ നിന്ന കൂട്ടുനിന്ന പാർട്ട്ണർ ഇൻ ക്രൈം എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. ആ ആൾക്കാരല്ലേ നമ്മുടെ ഈ ബാല്യകാല സുഹൃത്തുക്കളെല്ലാവരും. അപ്പോൾ അവരുടെ ആ മധുരമുള്ള ഓർമ്മയ്ക്ക് മുമ്പിൽ ഞാൻ എന്താ ഫസ്റ്റ് ലെറ്റർ നമ്മുടെ എസ് ആണ് കേട്ടോ. എസ്സിന് ഞാൻ വേറെ നല്ല ഷുഗറാണ് എടുത്തിരിക്കുന്നത്. പഞ്ചസാരേനപ്പുറം ഇത്ര മധുരമുള്ള വേറെ എന്താ സാധനം ഉള്ളത്? അപ്പോൾ എസ്സിന് ഷുഗർ, പഞ്ചസാരയാണ് എസ്. ഓക്കെ, നല്ല മധുരം. നമുക്ക് അടുത്ത ലെറ്ററിലേക്ക് കിടക്കാം. ഓക്കെ, ആൻ ആപ്പിൾ എ ഡേ കീപ്സ് ഡോക്ടർ എവേ എന്നല്ലേ. നമ്മുടെ നെക്സ്റ്റ് ലെറ്റർ എ ആണ് കേട്ടോ. എക്ക് ഞങ്ങൾ ആരോഗ്യകരമായ ഈ ഫ്രണ്ട്ഷിപ്പിന് ഏറ്റവും ബെസ്റ്റായിട്ട് എടുക്കാൻ പറ്റിയത് ആപ്പിൾ തന്നെയാണ്. അതിനേക്കാളും വലുതായിട്ട് വേറെ ഒന്നുമില്ല അല്ലേ. അപ്പോൾ അടുത്ത ലെറ്റർ ഞാൻ എടുത്തിരിക്കുന്നത് വേറെ ഒന്നുമല്ല, ആപ്പിളാണ്. എ, ആപ്പിൾ. അപ്പം ആപ്പിൾ നെക്സ്റ്റ് ലെറ്ററിന്. അപ്പം നമുക്ക് അടുത്ത ലെറ്ററിലേക്ക് കിടക്കാം. കുട്ടിക്കാലത്തെ പറ്റി ഓർക്കുമ്പോൾ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു കാര്യമുണ്ട്. എന്താണെന്നല്ലേ, നമ്മൾ അന്ന് തൊടിയിലൂടെ ഓടി നടന്ന് എന്തുമാത്രം മാങ്ങയും പുളിയും പേരയ്ക്കയും കശുവണ്ടിയും ജാമ്പയ്ക്കും ഒക്കെ പറിച്ചിരിക്കുന്നു അല്ലേ. അതൊന്നും നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അപ്പോൾ അടുത്ത ലെറ്റർ എന്നാണ് കേട്ടോ. എന്നിന് വേറൊന്നുമല്ല, ഞാൻ നട്ട്സാണ് എടുത്തിരിക്കുന്നത്. കാഷ്യൂനട്ട്, കശുവണ്ടി അല്ലേ. അപ്പോൾ അടുത്ത ലെറ്റർ എൻ, നട്ട്സ്. അപ്പം നമുക്ക് അടുത്ത ലെറ്ററിലേക്ക് കിടക്കാം. ബാല്യകാലത്തിനെ പറ്റി പറയുമ്പോൾ ഉത്സവപ്പറമ്പുകൾക്ക് ഒരു വലിയ പങ്കുണ്ട് അല്ലേ. ഉത്സവങ്ങൾക്ക് പോകുമ്പോഴല്ലേ നമ്മളെപ്പോഴും കരിമ്പിൻ ജ്യൂസ്, ചോളം, പൊരി, പിന്നെ കളറുള്ള മിഠായി ഇല്ലേ അത്, പിന്നെ എന്താണ് ഈന്തപ്പഴം, അതുപോലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കഴിക്കുന്നത് കൂടുതൽ ഉത്സവപ്പറമ്പുകളിലല്ലേ. അപ്പോൾ അടുത്ത ലെറ്റർ ഡി ആണ് വരുന്നത്. ഡിക്ക് ഞാൻ എടുത്തത് ഡേറ്റ്സ് ആണ് കേട്ടോ. ഈന്തപ്പഴം, അതാണ് ആ ബാല്യകാല ഓർമ്മകൾക്ക് വേണ്ടിയിട്ട് ഡേറ്റ്സ്. അപ്പം ഡേറ്റ്സ് കഴിക്കുകയാണേ. അപ്പം നമുക്ക് അടുത്ത ലെറ്ററിലേക്ക് കിടക്കാം. ചെറുപ്പത്തിൽ സ്കൂളിൽ പോകുമ്പോൾ ഒരു ദിവസം പോലും പാൽ കുടിക്കാതെ സ്കൂളിൽ പോകാൻ സമ്മതിക്കേയില്ല. ആ വെറും പാല് മാത്രമല്ല, അതിനകത്ത് ഹോർലിക്സ് എന്തായാലും ഉണ്ടാവും. അപ്പോൾ അധികം വലിച്ചു കിട്ടുന്നില്ല. അടുത്ത ലെറ്റർ എച്ച് ആണ്. എച്ചിന് ഞാൻ എടുത്തിരിക്കുന്നത് ഹോർലിക്സ് ആണ് കേട്ടോ. അപ്പം ഹോർലിക്സ്. നമുക്ക് അപ്പോൾ അടുത്ത ലെറ്ററിലേക്ക് കിടക്കാം. ബാല്യകാലത്തെ പഴയ ഓർമ്മകളെന്ന് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ലഞ്ച് ബോക്സ് അല്ലേ. എല്ലാ ദിവസവും എന്തായിരിക്കും ഇന്ന് ലഞ്ച് ബോക്സിൽ ഉണ്ടാകുന്നത്, അത് ഭയങ്കര സർപ്രൈസ് അല്ലേ. പക്ഷെ എന്തായാലും നിർബന്ധമായിട്ടും എനിക്ക് എൻ്റെ കൂട്ടുകാരിക്ക് ഓൾമോസ്റ്റ് ലഞ്ച് ബോക്സ് ഒരേപോലെ ആയിരിക്കും കേട്ടോ. എനിക്ക് ചോറ് പാത്രത്തിൻ്റെ നടുക്ക് കറി വെക്കാൻ വേണ്ടി ഒരു ചെറിയ പാത്രം ഇങ്ങനെ ഇറക്കി വെച്ചിട്ടുണ്ടാകും. ആ ഇറക്കി വെച്ച പാത്രം മാറ്റുമ്പോൾ അതിനൊരു കുഴി പോലെ വരില്ല. ഞങ്ങളത് കിണറെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ ചോറ് മാത്രം ഒരു കിണർ എന്തായാലും എല്ലാ ദിവസവും ഉണ്ടാവും. എൻ്റെ കൂട്ടുകാരിയുടെ കൂടെ ഒരു കുപ്പിയും കൂടി ഉണ്ടാവും. ചോറ് മാത്രം ഉണ്ടാവും, ഒരു കുപ്പി ഉണ്ടാവും. മോരും കുപ്പിയാണ് കേട്ടോ അത്. അപ്പോൾ ഇപ്പോഴും ഓർക്കുമ്പോൾ ഭയങ്കര ആ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോഴേ ഭയങ്കര ഒരു എന്താ പറയുക, പെട്ടെന്ന് ആ ഒരു കാലത്തേക്ക് പോയതുപോലെ. മോരും കുപ്പി ഇല്ലാണ്ട് ഈ കൂട്ടുകാരിനെ കാണാനേ പറ്റില്ല. 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിച്ചിരുന്നത്. എല്ലാ ദിവസവും ഉണ്ടാവും ഈ ചോറ് മാത്രം, ഈ മോര് കുപ്പിയും.
അപ്പം മോരും കുപ്പി എന്നും കൊണ്ടുവരുന്ന എൻ്റെ കൂട്ടുകാരുടെ അടുത്ത ലെറ്റർ വൈ ആണ് കേട്ടോ. വൈക്ക് നമ്മൾ വേറെ എന്തെടുക്കുക, മോര് തന്നെയല്ലേ. അപ്പോൾ യോഗട്ടാണ് കേട്ടോ ഞാൻ എടുത്തേക്കണത്, വൈ യോഗട്ട്. അപ്പോൾ നമുക്ക് അടുത്ത ലെറ്ററിലേക്ക് കിടക്കാം. നമ്മുടെ എല്ലാവരുടെയും ജീവിതം കയ്പും മധുരവും ഒക്കെ നിറഞ്ഞതാണ് അല്ലേ. അപ്പോൾ കയ്പ് മധുരം എന്ന് പറഞ്ഞാൽ ഈ ജീവിതത്തിൽ എന്നോടൊപ്പം കട്ടയ്ക്ക് തന്നെ എൻ്റെ കൂട്ടുകാരി. ആ കൂട്ടുകാരിയുടെ ലാസ്റ്റ് ലെറ്റർ എ ആണ് കേട്ടോ. എക്ക് വേറെ എന്താ നമുക്ക് എടുക്കാൻ പറ്റുക, നെല്ലിക്ക തന്നെയല്ലേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആംലയാണ് ഞാൻ എക്ക് എടുക്കുന്നത്. അപ്പോൾ ആംല ഞാൻ കഴിക്കുകയാണ്. എ നല്ല പുളി, കയ്പ്, അത് കഴിഞ്ഞിട്ട് മധുരം ഉണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കൂട്ടുകാരിയുടെ പേര് സന്ധ്യ എന്നാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് നമ്മൾ എടുത്തതെന്ന് നോക്കാം. സന്ധ്യ എന്നുള്ള ലെറ്ററിന് വേണ്ടിയിട്ട് എസ് ഷുഗറാണ് എടുത്തത്. എസ് ആപ്പിൾ, എ എൻ നട്ട്സ്, ഡി ഡേറ്റ്സ്, എച്ച് ഹോർലിക്സ്, വൈ യോഗട്ട്, എ ആംല. അപ്പോൾ എൻ്റെ കൂട്ടുകാരി 1ാം ക്ലാസ് മുതൽ എൻ്റെ കൂടെയുള്ള എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരി, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് സന്ധ്യ. സന്ധ്യയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ നെയ് മീറ്റിംഗ് ചാലഞ്ച് ഞാൻ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ഈ ചാലഞ്ച് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ ഒരു ചാലഞ്ച് ഞാൻ ചെയ്യണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ എൻ്റെ ലൈവിലോ വന്ന് നിങ്ങൾക്ക് പറയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ സന്ധ്യയുടെ നിനക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് മനോഹരമായ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.